അപ്പോ നമ്മളെ പറഞ്ഞു വന്നെന്തായിരുന്നു? ദി Sigwick theory. The metal atom is an acceptor and the ligand is a donor. Ligand donates a pair of electrons, a pair or a few pairs depending on the density of the ligand. Monodendate ആണ് ഒരു പേര്, ബഡേറ്റ് ആണ് രണ്ട് പേർ. ഇങ്ങനെ മെറ്റലിന് കൊടുക്കും. ആ മെറ്റലിലൊക്കെ കൂടി അക്കോമഡേറ്റ് ചെയ്യും. മെറ്റലിന്റെ ന്യൂക്ലിയസ് ന്യൂട്രൽ ഇലക്ട്രോൺസിന്റെ എണ്ണം വല്ലാതെ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച് കിട്ടുന്ന ആ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. അല്ലെ, ഇഫക്റ്റീവ് atomic സാധാരണ abbreviate EAN എന്ന് പറയും. And that is found to be either equal or very close to the atomic number of the noble gas which comes in the same period. അപ്പോൾ അതിനാണ് നമ്മൾ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂൾ എന്ന് പറയുന്നത്. EAN റൂൾ എന്ന് പറയും. എന്താ EAN റൂൾ പറയുന്നത്? EAN റൂൾ says that in forming a complex the metal atom will try to attain an EAN which is equal to the atomic number of the noble gas which comes in the same period. പറഞ്ഞു മനസ്സിലായല്ലോ? നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ മാംഗനീസും അയണും കൊബാൾട്ടും ഒക്കെ വരുന്ന ആ 3D സീരീസിൽ വരുന്ന പീരിയോഡ് ടേബിൾ 3D സീരീസ്, നാലാമത്തെ 3D സീരീസ് ആണ് നാലാമത്തെ പീരിയഡ്. മനസ്സിലായില്ലേ? ആ പീരിയഡിൽ വരുന്ന ലാസ്റ്റിൽ വരുന്ന എന്താണ്? ക്രിപ്റ്റോൺ. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? അതിന്റെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ 36 വരുത്താനാണ് ശ്രമിക്കുക. അത് പലപ്പോഴും വിജയിക്കും. വിജയിച്ചില്ലെങ്കിലും അത് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. വിജയിച്ചില്ലെങ്കിലും സ്റ്റേബിൾ കോംപ്ലക്സ് ഒക്കെ തന്നെയാണ്. as far as possible it will be 36 or it will be very close to 36. 34 35 36 37 38 ഒക്കെ ആവും. അതൊരിക്കലും 24 അല്ലെങ്കിൽ 45 ഒന്നും ആവില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 36 36 അടുത്തൊരു നമ്പർ ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ. അതിനാണ് EAN റൂൾ എന്ന്. എന്താണ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ is the total number of electrons around the central metal atom in a complex. മെറ്റൽ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ചുറ്റുള്ള ഇലക്ട്രോൺസിന്റെ ടോട്ടൽ എണ്ണമാണ്. and this is equal to the sum of എന്തൊക്കെയാണ്? the electrons already possessed by the metal atom or metal ion and the electrons that is received from the ligands. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ നമ്മളൊരു എക്സാമ്പിൾ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ the ferrocyanide ion, hexacyanoferrate 2 ion. ഇതിൽ ആരെ നമ്പർ എന്ന് പറയാ? മെറ്റൽ ആറ്റത്തിനാണ് ഇത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. കോംപ്ലക്സിന്റെ അല്ല സാറിന് ഈസ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് ദി മെറ്റൽ. വാട്ട് ഈസ് ഇറ്റ്? നമ്മളിങ്ങനെ കണക്കൂട്ടുന്നത് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ എന്താ വേണ്ടത്? ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര എന്ന് കാണും. അതെന്താണ്? ഇത് Fe2 ആണ്. കാരണം എന്താണ്? 4- ഉണ്ട്. 6 സയനൈഡ് Fe2 ആണ്. നിങ്ങൾ ഇത്ര പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്റെ വിശ്വാസം. അയൺ 2 എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. അയണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ 3D മിക്കവാറും നമ്മൾ എടുക്കുന്ന എക്സാമ്പിളൊക്കെ ഈ 3D സീരീസിൽ വരുന്നതായിരിക്കും. 3D സീരീസിൽ വരുന്ന 3D സീരീസ് ആരാണ്? 20ാമത്തെ എലമെന്റ് കാൽസ്യമാണ്. നമുക്കറിയാം 21 മുതൽ 21, 22, 23, 24, 25, 26, 27, 28, 29, 30 വരെ വരുന്ന എലമെന്റ് ആണ് നമ്മുടെ 3D. പീരിയോഡ് ടേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്നിട്ട് ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്. ഇതൊക്കെ ഇവിടം വരെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ വരുന്നത് അതായത് നാലാമത്തെ ഗ്രൂപ്പാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഇത് 1, ഇത് 2, 3, ഇത് നാലാമത്തെ പീരിയഡ്. ഇതിൽ വരുന്നതാണ് നമ്മുടെ 3D സീരീസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അവനാണ് ഈ കാണുന്നത്. ഇത് ആരായിരിക്കും? ഇത് കാൽഷ്യം ആയിരിക്കും. 20ാമത്തെ എലമെന്റ്. 21 മുതൽ 30 വരെ വരുന്ന എലമെന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അതായത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ വരുന്ന 10 എലമെന്റ്സ്. സ്കാൻഡിയം 21ാമത്തെ എലമെന്റ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഇത് നമ്മൾ ബൈക്കാർട്ട് പോലെ അറിഞ്ഞിരിക്കുന്ന വളരെ നല്ലതാണ്. അറിഞ്ഞിരിക്കണം.
മനസ്സിലായില്ല? പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന എക്സാമ്പിള് പ്ലാറ്റിനം ആയിരിക്കും. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. പലപ്പോഴും പ്ലാറ്റിനത്തെ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ കാണും. ബാക്കി പലപ്പോഴും മറ്റ് എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്ര എക്സാമ്പിൾസ് കൂടുതലും കാണുന്നത് അതിനായിരിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ 10 എലമെന്റ്സ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനഡിയം, അത് ബൈഹാർട്ടായി അറിഞ്ഞിരിക്കണം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. കുറച്ച് വളരെ പ്രധാനമാണ്. ഇത് 3D, നമ്മൾ 3D സീരീസ് 3D1 4s2, മനസ്സിലായില്ലേ? ഇത് 3D2 4s, ഇത് 3D3 4s2, ഇത് 3D4 4s2 or 3D5 എന്താണ് ശരി? S2, ഇത് D5 S1, ഇത് D3 5 S2, ഇത് D6 S2, ഇത് D7 S2, ഇത് D8 S2, ഇത് D9, ഇത് D10. മനസ്സിലായില്ലേ? D1 മുതൽ D10 വരെ കോൺഫിഗറേഷൻ വരുന്ന 10 എലമെന്റ്സ് ആദ്യത്തെ D സീരീസ് ആണ്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെ വരുന്നത്. അതിന്റെ അറ്റോമിക് നമ്പർ ശ്രദ്ധിക്കുക. 21, 22. അയൺ ഒക്കെ പ്രധാനമാണ്. അയൺ 26 ആണ്, 27 കൊബാൾട്ട് ആണ്, 28 നിക്കലാണ്, 29 കോപ്പറാണ്, 30 സിങ്ക് ആണ്, 25 മാംഗനീസ്, 24 ക്രോമിയം. ഈ നമ്പർ ഓർത്ത് വെക്കും. സ്കാൻഡിയം, ടൈറ്റാനിയം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സ്കാൻഡിയം, ടൈറ്റാനിയം, വനഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. നിങ്ങളുടെ കുറച്ച് കൂടുതൽ ഉപയോഗം വരുമ്പോൾ താഴെ മനസ്സിൽ പതിഞ്ഞോളൂ. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. അയണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 25 ആണ്. സോറി 26 ആണ് അല്ലേ? 26 ആണ്. അപ്പോൾ അയണിൽ എത്ര ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്? 26 ഇലക്ട്രോൺസ് അയണിലുണ്ട്. നമ്മളിവിടെ അയൺ എത്രയാണ്? അയൺ 2+ ആണ്. 26 ഉണ്ടാവില്ല. എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോൺ കുറവായിരിക്കും. 24 ഉണ്ടാവും. കാരണം കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് അയൺ ആറ്റം അല്ല, ഫെറസ് അയൺ, Fe2 എന്ന് പറഞ്ഞ അയൺ ആണ്. അപ്പൊ 24 ഇലക്ട്രോണേ ഉള്ളൂ. പിന്നെ എന്താണ്? 6 സയനൈഡിൽ നിന്ന് ഓരോ സയനൈഡും, cyanide is a monodentate ligand. Each cyanide donate a pair of electrons, means 6 cyanides. 6 into 2 electrons, that is equal to 12, and total number of electrons is equal to 36. That is 24 from the part of iron 2 and 12 from the part of 6 cyanide ions. So the effective atomic number of a iron in ferrocyanide ion is 36. ഞാൻ നേരത്തെ പറഞ്ഞു 36 ആണ് ആരുടെ atomic number? Yes, krypton atomic number. And so yes, the effective atomic number of iron is exactly equal to 36, which is equal. Exact ആവണമെന്നില്ല, ശ്രദ്ധിക്കുക. എക്സാക്ട് പലപ്പോഴും ആവും, ചിലപ്പോഴും ആവില്ല. ആയില്ലെങ്കിലും അതിന്റെ അടുത്ത നമ്പർ വരും. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ എടുത്തു നമ്മൾ. അപ്പൊ പലപ്പോഴും ചിലപ്പോഴേ കാൽക്കുലേറ്റർ the effective atomic number of dash in dash എന്ന് പറഞ്ഞ് atomic number of iron in the complex പലപ്പോഴും ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കുക എക്സാമിനേഷന്. മനസ്സിലായില്ലേ? വാട്ട് ഈസ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ, എക്സ്പ്ലെയിൻ ദ ടേം ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചിട്ട് വിശദീകരിച്ചാല് വളരെ ക്ലിയർ ആയിരിക്കും. വേറെ എക്സാമ്പിൾ എടുക്കും നമ്മള്. എന്താണത്? NiCO4. നമ്മൾ നേരത്തെ കണ്ട സാധനമാണ് NiCO4. NiCO4 is formed by, ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മെറ്റൽ ലിഗാൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നാൽ ഇലക്ട്രോൺസ് കൂട്ടാൻ പറ്റും. ഇവിടെ മെറ്റൽ ആരാണ്? നിക്കലാണ്. നിക്കൽ ആറ്റം ആണ് +4 കാർബൺ. ചാർജ് എന്നൊരു പ്രശ്നമില്ല ഇവിടെ. നിക്കൽ ആറ്റം ആൻഡ് കാരണം ചാർജ് ഇല്ല, കാർബൺ ഡയോക്സൈഡ് ചാർജ് ഇല്ല, ഇതിനും ചാർജ് ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ന്യൂട്രൽ ആയ കോംപ്ലക്സ് ആണ്. അപ്പൊ നിക്കൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നിക്കൽ അറ്റോമിക് നമ്പർ അയൺ, കൊബാൾട്ട്, നിക്കൽ. അയൺ 26, കൊബാൾട്ട് 27, നിക്കൽ 28. സോ ഫ്രം ദി പാർട്ട് ഓഫ് നിക്കൽ we have 28 electrons, and from the part of 4 carbon monoxide molecule, yes, we have 4 into 2, 8 electrons, and the total number again comes to 36. Is it clear? Apne in NiCO4 the effective atomic number of nickel is 36. And one example എടുക്കുമ്പോൾ NiCl4 2-, NiCl4 2-. അപ്പൊ ഇതിൽ മെറ്റൽ ആരാണ്? ലിഗാൻഡ് ആരാണ്? മെറ്റൽ ആറ്റം ഓർ സെൻട്രൽ മെറ്റൽ ആറ്റം മീൻസ് Ni2+. കാരണം ശ്രദ്ധിക്കുക, 4 ക്ലോറൈഡിന് 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ
അപ്പൊ നിക്കൽ നമ്മൾ എന്ത് വേണം? 2 പോസിറ്റീവ് ചാർജ് വേണം. എന്നാൽ മാത്രമേ പുറത്ത് എന്ത് കാണൂ? 2 നെഗറ്റീവ് ചാർജ് കാണും. 2 പോസിറ്റീവ് 4 നെഗറ്റീവ് എന്നിട്ടാണ് 2 നെഗറ്റീവ് അതിന് മൊത്തത്തിൽ ചാർജ് ഉള്ളത്. അപ്പോൾ ഇതില് Na2+ 4 ക്ലോറൈഡ് അയോണാണ് ഉള്ളത്. Na2+ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നിക്കൽ 28 ഇലക്ട്രോൺ. നിക്കൽ 2+ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 28 ഉണ്ടാവില്ല, 26 ഉണ്ടാവും. മനസ്സിലാകുന്നില്ല? 26 + 4 ക്ലോറൈഡ്. ഓരോ ക്ലോറൈഡും ഓരോ ഇലക്ട്രോൺ പേർ കൊടുക്കും. ദാറ്റ് ഈസ് 4 chloride ion together give 8 electrons, 2 electrons each. ഓരോ പേർ കൊടുക്കും. 4 പേർ എന്ന് പറഞ്ഞാൽ 8 ആണ്. 26 8 എത്രയാണ്? 34 ആണ്. ആരുടെ effective atomic number? Effective atomic number of nickel in this complex is 34. Effective atomic number of nickel in this complex is 36. ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായോ? 36 തന്നെ ആവണമെന്നില്ല, പക്ഷെ 36 അടുത്ത ഒരു നമ്പർ ആയിരിക്കും. സോ ഇഫ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് നിക്കൽ NaCl4 or NaCl4, CN ആയാലും Cl ആയാലും കണക്ക് തന്നെയാണ്. You can see that this number comes to be 34, that is 2 less than 36. കുഴപ്പമൊന്നുമില്ല, 34 ഉള്ളൂ. NaCO4 ആണെങ്കിലോ അത് നിക്കലിന്റെ 28 4 CO-ന്റെ 8 കൂടി 36 കൃത്യമായിട്ട് വരും. മറ്റേ നിക്കൽ 2+ന്റെ 26 4 ലിഗാൻഡിന്റെ 8 കൂടി 34 വരും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ എടുക്കുക. FeCO5. FeCO5 is formed by the combination of an iron atom, not an ion, and 4 carbon monoxide. Is it clear? എപ്പോഴും മനസ്സിലായില്ല. ഇത് ചാർജ് ഒന്നുമില്ല. കാർബൺ ഓക്സൈഡ് ന്യൂട്രൽ നമുക്കറിയാം. അയണിന് ചാർജ്, കാരണം മൊത്തത്തിൽ ചാർജ് ഇല്ലെങ്കിൽ അയണിന് ചാർജ് ഇല്ല. അയൺ 0 ആൻഡ് ഫോർ അയൺ എത്രയാ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഓഫ് അയൺ ഈസ് 26 ആൻഡ് അയൺ ഹാസ് 26 ഇലക്ട്രോൺ. ഒട്ടും കുറവില്ല, കാരണം 2+, 3+ ഒന്നുമല്ല. 4 കാർബൺ മോണോക്സൈഡ് 5 ആണ്. 5 കാർബൺ മോണോക്സൈഡ് എത്രയാണ്? 10 ഇലക്ട്രോൺസും അല്ലേ? 5 × 2 10. Total number again comes to be 36. Is it clear? So we can see this is a method of calculating the effective atomic number. 34 കിട്ടി പോയാൽ തെറ്റാന്ന് വിചാരിക്കരുത്. 34 കിട്ടും, ചില 33 കിട്ടും, ചില 37 കിട്ടും, 38 കിട്ടും. പക്ഷെ പലപ്പോഴും 36 ആയിരിക്കും മാത്രമേ ഉള്ളൂ. റൂൾ എന്താ പറയുന്നത്? It will try to attain, it will always attain അല്ല, as an effective atomic number that is equal to the atomic number of the noble gas in its period. അതിന്റെ പീരിയഡിൽ വരുന്ന നോബൽ ഗ്യാസ് ആരാണോ അതിന്റെ അറ്റോമിക് നമ്പറിന് തുല്യമായ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ അറ്റൈൻ ചെയ്യാനാണ് മെറ്റൽ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ കിട്ടാൻ ടെൻഡൻസി ഉണ്ടാവാൻ മെറ്റൽ എന്തിനാണ്? in order to attain an effective atomic number that is equal to the atomic number of the noble gas. പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് ആരെങ്കിലും ചിന്തിക്കാം, ഒരു ലിഗാൻഡുകളുടെ 36 ആയിക്കോട്ടെ, എന്തുകൊണ്ട് NaCO4 ആവുന്നു, എന്തുകൊണ്ട് 5 ആയിക്കോട്ടെ എന്ന് ചോദിച്ചാല് അതിന് വേറെ ഉത്തരവുണ്ട്. നിങ്ങൾ പിന്നെ പഠിച്ചോളൂ. മനസ്സിലായില്ലേ? അപ്പൊ NaCl4 അല്ലേ, NaCl4 NaCl5 എന്നായിരുന്നെങ്കിൽ ചിലപ്പോഴേ എന്തായിരുന്നു? 34 ആവുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. 36 നിർബന്ധമൊന്നുമില്ല. പക്ഷെ 36ലേക്കാണ് അത് പോകുന്നത്. എപ്പോഴും 36 അതിനടുത്ത ഒരു നമ്പറോ നമ്പർ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വേറെ എക്സാമ്പിൾ ആണ്. ടെട്രാ എന്താ പറയാ? ഹൈഡ്രോക്സോ ക്ലോറോ ബ്രോമോടെ ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2+. ഇത് 2+ ആണ്. സിങ്കേറ്റ് 2, ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2 എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ് ഈസ് ഫോംഡ് ബൈ Zn2+ + 4OH-. ഇവിടെ സെൻട്രൽ മെറ്റലായിരുന്നത് സിങ്ക് ആണ്. ലിഗാൻഡ് എന്ന് പറഞ്ഞാല് ഹൈഡ്രോക്സൈഡ് ആണ്. സിങ്കിന്റെ അറ്റോമിക് നമ്പർ വളരെ എളുപ്പമാണ് ഓർത്തുന്നത്. സിങ്ക് ലാസ്റ്റ് ആണ്, 30 ആണ്. Zn2+ പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 30 ഉണ്ടാവില്ല, 2 കുറവായിരിക്കും, 28 പ്ലസ് 4 ലിഗാൻഡ് ഓരോ ഹൈഡ്രോക്സൈഡും ഓരോ പേര് കൊടുക്കും. 4 2 8 and this comes to 36 again. So the effective atomic number of zinc in this ion is 36. Got it? ശ്രദ്ധിക്കോ,
ഇങ്ങനെ ഒരു കോംപ്ലക്സ് തന്നത് നേരിട്ട്. ഇതിന്റെ പേരെന്താണ്? ട്രിസ് എത്തിലീൻ ഡയമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കൊബാൾട്ട് 3 ആണ്, കാരണം 3 ക്ലോറൈഡ് ഉണ്ട് ഇവിടെ ചാർജിൽ. അപ്പൊ കൊബാൾട്ട് 3 ആയിരിക്കും. അപ്പൊ ഇതില് കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ അല്ല, ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എത്രയാണ് കണക്കൂട്ടണമെങ്കിൽ നേരത്തെ പോലെ യാതൊരു വ്യത്യാസമില്ല. ഇത് കൊബാൾട്ട് 3 ആണെന്ന് ആദ്യം കൊബാൾട്ട് 3 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ 3 ക്ലോറൈഡ് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കൊബാൾട്ട് 3 എന്ന് പറഞ്ഞാൽ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. 27 ആണ് കൊബാൾട്ട്. 26 അയൺ, 27 കൊബാൾട്ട്, 28 നിക്കൽ, 29 കോപ്പർ, 30 സിങ്ക്. അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 26, 28, 29, 30. അപ്പൊ കൊബാൾട്ട് 27 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കൊബാൾട്ട് 3 എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഓൺലി 24 ഇലക്ട്രോൺ. 3+ ആണ്. അപ്പൊ 3 ഇലക്ട്രോൺസ് പോകും, 24 മാത്രമേ ഉണ്ടാവൂ. പിന്നെന്താണ്? 3 എത്തിലീൻ ഡയമീൻ ആണ് ലിഗാൻഡ് ആയിട്ടുള്ളത്. And remember, ethylene diamine is a bidentate ligand, so that each ethylene diamine donates 2 pairs of electrons. But 3 ethylene diamine 3 into 4 electrons. Each ethylene diamine, we നേരത്തെ ഒന്നുകൂടി പറയാണ്, NH2 CH2 CH2 NH2 ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള 2 പേർ ഒരേ സമയത്ത് അത് കൊബാൾട്ടിന് കൊടുക്കുന്നു. അപ്പോൾ എത്തിലീൻ ഡയമീൻ കൊടുക്കുന്ന ഇലക്ട്രോൺ എത്രയാണ്? 4 ആണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 2 പേരാണ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പൊ അങ്ങനത്തെ ലിഗാൻഡ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരു പേര് കൂട്ടിയപ്പോൾ ഓരോന്നിനും ഈ 2 പേർ കൂട്ടണം. അപ്പോൾ 3 എത്തിലീൻ ഡയമീൻ കൂടി മൊത്തത്തില് 6 pairs of electrons, 6 pairs of electrons are donated by 3 ethylene diamine molecules. That means 6 pairs equal to 12 electrons. 12 electrons and the effective atomic number of cobalt in this complex is again 36. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന്റെ സ്ഥാനത്ത് ഇതേപോലത്തെ വേറൊരു സാധനമുണ്ട്. ഇങ്ങനെയാണെങ്കിലോ Cl2 എന്നാണെങ്കിലോ ഇത് കൊബാൾട്ട് 2 എന്നായി മാറും. കൊബാൾട്ട് 2-ല് 24 പകരം എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 25 ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം കൊബാൾട്ട് 2-ൽ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണെ കുറയും. 27-നേക്കാളും 2 കുറയും. 25 12 37 1 കൂടുതലാണ്. കുഴപ്പമില്ല, അതും സ്റ്റേബിളാണ്. മനസ്സിലായില്ലേ? അപ്പോഴേ ഇങ്ങനെയൊക്കെ ഫോർമുല തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴേ ഈ അയോണിന്റെ ഫോർമുല മാത്രം തന്നിട്ട് ചോദിക്കാം. En3 3+. What is the effective atomic number of cobalt in this ion? What is the effective number of iron in ferrocyanide? Or what is the effective number of iron in potassium ferrocyanide? Potassium ferrocyanide ആയാലും ferrocyanide ആയാലും അയൺ effective atomic number എത്രയാണ്? 24 12. മനസ്സ് കൂട്ടാതെ 24 12 36 തന്നെയാണ്. അത് ഫെറീസയനൈഡ് ആണെങ്കിലോ ഫെറോസയനൈഡ് അല്ലെങ്കിൽ ഹെക്സാസയനോഫെറേറ്റ് 2, മറ്റേ ഹെക്സാസയനോഫെറേറ്റ് 3 ആകുമ്പോഴോ 3 ആകുമ്പോൾ ഇലക്ട്രോൺ കുറവായിരിക്കും. കാരണം എന്താണ്? ഫെറേറ്റ് 3+, അയൺ 3+ ആണ്. അതിൽ 23 ഇലക്ട്രോണേ ഉണ്ടാവും. അയൺ 2+ൽ 24, അയൺ 26 ഇലക്ട്രോൺ ഉണ്ട്. അയൺ 2+ൽ 24 ഇലക്ട്രോൺ ഉണ്ട്. അയൺ 3+ ആകുമ്പോൾ 23 ഇലക്ട്രോണേ ഉണ്ടാവും. അപ്പൊ FeCN6 3- എന്ന് പറഞ്ഞാല് ഒരു അയൺ 3+ഉം 6 സയനൈഡും ആണ്. അയൺ 3+ൽ 23 ഇലക്ട്രോണും 6 സയനൈഡിൽ 12 ഇലക്ട്രോണും കൂടി 23 12 35 മാത്രമേ കാണൂ. ഇതില് ഹെക്സാസയനോഫെറേറ്റ് 3-ല്. ഹെക്സാസയനോഫെറേറ്റ് 2-ലാണെങ്കിലോ 36 കാണും. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വേറെ എക്സാമ്പിൾ എടുക്കുക. What is the effective number of platinum in this compound? In this ion? അറിയണമെങ്കിൽ എന്ത് വേണം? പ്ലാറ്റിനത്തിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. അത് ലേശം പ്രയാസമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നിക്കൽ, പല്ലേഡിയം, പ്ലാറ്റിനം. പീരിയോഡിക് ടേബിൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് വരുന്നത്. നിക്കൽ നമുക്കറിയാം. നിക്കൽ എത്രയാണ്? നിക്കല് 28ാമത്തെ എലമെന്റ് ആണ്. അപ്പോൾ പല്ലേഡിയം എത്രയായിരിക്കും? അതിനൊരു 18 കൂട്ടുക, 46. അതിൻ്റെ ഒരു എത്ര കൂട്ടുന്നത്?
കിട്ടുന്നത് 28 18 കൂട്ടിയാൽ 46 കിട്ടും. ഇവിടെ 18 അല്ല കൂട്ടുന്നത്, എത്ര കൂട്ടുന്നത് 36 കൂട്ടുക, 46 52 82 ആയിരിക്കും പ്ലാറ്റിനത്തിന്റെ അറ്റോമിക് നമ്പർ 82. What's the point? 82 is the atomic number of a platinum. ഇല്ല 52 അല്ലല്ലോ, സോറി 32 ആവട്ടെ, 46 48 78, സോറി 78 is the atomic number of a platinum. ഇവിടെ വരുമ്പോ 18 കൂട്ടി 21 പിന്നെ കൂട്ടുക 32 കൂട്ടുക 41 78 ആണ് പ്ലാറ്റിനത്തിന്റെ അറ്റോമിക് നമ്പർ. അങ്ങനെ നമ്മള് ഇപ്പൊ സിങ്ക്, കാഡ്മിയം, മർക്കുറി, സിങ്കിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 30, കാഡ്മിയം എത്രയാണ് അതിനോട് 18 കൂട്ടുക എത്രയാണ് 48, മർക്കുറിന്റെ എത്രയാണ് ഇതിനോട് 32 കൂട്ടുക അത് 80. ആ പീരിയോഡ് നമ്മൾ അങ്ങനെ അതിന്റെ സാമ്യത്തൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ സമയമില്ല. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡി സീരീസിൽ വരുമ്പോൾ ഫസ്റ്റ് സീരീസ് സെക്കൻഡ് സീരീസിലേക്കുള്ള അറ്റോമിക് നമ്പർ ഫസ്റ്റിനേക്കാളും ഒരു 18 കൂടും. 18 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് S2P6D10 രണ്ടു പറഞ്ഞിട്ട് 18 ആണ്, മനസ്സിലായില്ലേ? 32 എന്ന് പറഞ്ഞാലോ S2P6D10F14 18 പറഞ്ഞാലോ 32. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ 32 കൂട്ടണം, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര കൂട്ടണം 18 കൂട്ടണം, മനസ്സിലായില്ലേ? അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. Atomic number of platinum is 78. And you can see this is formed by the combination of a Pt2 plus, the 2 plus a plus a 4NH3. അപ്പോൾ Pt2 plus സ്വന്തമായിട്ടുള്ള ഇലക്ട്രോണും 4 അമോണിയന്റെ 8 ഇലക്ട്രോണും കൂടി കൂട്ടി എന്ത് കിട്ടും? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് എ പ്ലാറ്റിനം കിട്ടും. ഇവിടെ എത്രയാണ് 78 നിന്ന് 2 കുറക്കുക 76. ഓക്കെ, 76ന്റെ കൂടി എന്ത് കൂട്ടുക 4 2 8 കൂട്ടുക, 8 4 അമോണിയ കിട്ടുന്ന 8 ഇലക്ട്രോൺ 76 കിട്ടും എത്രയാണ് 84. That is the effective atomic number of platinum in this compound. So Pt അതിപ്പോ Pt is here for 2 minus ആയാലും യാതൊരു വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ്? This is formed by the combination of Pt2 plus and 4 chloride ions. Pt2 plus നോട് 4 അമോണിയ ആണ്, ഇവിടെ Pt2 plus കൂടി 4 ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ് ആയാലും അമോണിയ ആയാലും എന്താണ് is to donate whether they are monodendrite ligands, they donate a pair of electrons. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റിനത്തിന് 76 4 ക്ലോറൈഡ് ഇട്ട് കൂട്ടിയാൽ 84 കിട്ടും. 84 ആറ് അറ്റോമിക് നമ്പർ ആണ് നമുക്കറിയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ ആൻഡ് റേഡോൺ. അറ്റോമിക് നമ്പർ എങ്ങനെ വരുന്നത് 2 10 18 36 54 86. ശരി, 54 36 54 54 86 ആണ്. 84 ഇവിടെ വരുന്നുള്ളൂ, ശ്രദ്ധിക്കുക 84 ഓൺലി. ക്ലിയർ ആവുന്നുണ്ടോ? So we can see that it is very close to the atomic number of radon. 84 എത്തിയിട്ടുണ്ട്. പറഞ്ഞ ക്ലിയർ ആയോ? It is always a yes, either equal to or very close to. That will try to attain effective atomic number that is equal to that of the പ്ലാറ്റിനത്തിന്റെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആരാണ്? നോബൽ ഗ്യാസ് ആരാണ്? റാഡോൺ ആണ്. റാഡോൺ നമ്പർ 86 തൊട്ട് അടുത്ത 54 വരെ എത്തി പ്ലാറ്റിനത്തിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ മാറൂലേ. പ്ലാറ്റിനത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അത് 78 തന്നെയാണ്. പക്ഷെ എന്താണ്? യെസ്, effective atomic number means yes, total number of electrons around the central metal atom ion in a complex, and that is equal to the sum of electrons. This two sum ആണ്. Yes, that is already possessed by the central metal atom. Central metal atom and central metal ion എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നിനാണ് കോംപ്ലക്സിൽ. അയോൺ ആയാലും നമുക്ക് എന്ത് വാക്കും central metal ion, and that received from the ligands. Ligands in the donation ആയി കിട്ടിയതും നേരെ സ്വന്തമായിട്ടുള്ളതുമായ ഇലക്ട്രോൺസ് എല്ലാം കൂടി കൂട്ടിയ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അത് മിക്കവാറും കേസിൽ എന്തായിരിക്കും? അതിന്റെ അതേ പീരീഡിൽ വരുന്ന നോബൽ ഗ്യാസിന്റെ നമ്പറിന്റെ അടുത്ത് വരും. നമ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ അടുത്തായിരിക്കും. ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾ സ്വന്തമായിട്ട് എടുത്ത് ചെയ്ത് നോക്കുക. നമുക്ക് അധികം സമയമില്ല. ഇത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. ഇതിനുള്ള ഒരു വാക്ക് കൂടെ ഉണ്ട്. ചിലപ്പോഴേ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്ന വാക്കുണ്ട്. അതായത് ഒരു കാര്യം പറയാം, സമയമുണ്ടോന്ന് അറിയില്ല, ഇപ്പൊ സമയമാവും. നമ്മളിപ്പോ അയൺ നേരത്തെ പറഞ്ഞ കേസ് എടുക്കാൻ കൊബാൾട്ട് ഏറ്റവും സിമ്പിൾ CO NH3 6 times 3+. ഇതില് കൊബാൾട്ടിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ നമ്മൾ നേരത്തെ നോക്കി. എത്രയാണ്? കൊബാൾട്ടിന്റെ 27 നിന്ന് 3 24 24 12 36 ആണ്. കൊബാൾട്ടിന്റെ 24
6 അമോണിയയുടെ 12 കൂട്ടി ഇഫക്റ്റീവ് ആറ്റോമിക് നമ്പർ ഇസ് 36. നമ്മൾ കൊബാൾട്ടിന്റെ വാട്ട് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട്? ആൻഡ് കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d74s2 എന്നാണ്. കൊബാൾട്ട് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേഗോട്ടിലോട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3d74s2 എന്നാണ്. അത് കൊബാൾട്ട് 3+ ആകുമ്പോൾ 3+ ആണ്, 3 ഇലക്ട്രോൺസ് പോകും. അപ്പൊ എന്തായി? 3d6 എസിന്റെ ഇലക്ട്രോൺ ഒന്നുമില്ല. അപ്പോൾ കൊബാൾട്ടിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പൊ എത്രയുണ്ട്? 6. ഔട്ടർ മോസ്റ്റിന്റെ തൊട്ടുമില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ല, 6 ഇലക്ട്രോൺ. ഈ 6ന്റെ കൂടെ എന്താണ്? അമോണിയ കൊടുക്കുന്ന 12 ഇലക്ട്രോൺ കൂടി കൂട്ടിയാൽ 6 + 12 ഈസ് ഈക്വൽ ടു 18. അപ്പൊ 3ഡിയിലെയും 4sലെയും ഇലക്ട്രോൺസ് മൊത്തം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനായി 18 ആയി മാറി. 6 നേരത്തെ ഉണ്ടായിരുന്ന ഡിയിലുള്ള ഇലക്ട്രോണും 12 നമുക്ക് അമോണിയ കിട്ടുന്ന 6 അമോണിയ കിട്ടുന്ന കൂടി 18 ഇലക്ട്രോൺ കിട്ടും. ഈ 18 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും S2p6d10 തുല്യമാണ്. 10 6 16 2 18. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂളിൽ ചില സ്ഥലത്ത് 18 ഇലക്ട്രോൺ റൂൾ എന്നും പറയാറുണ്ട്. 18 ഇലക്ട്രോൺ റൂൾ എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് നമ്മൾ വേറെ പഠിക്കും. അതിലൊക്കെ കൂടുതൽ പറയുന്ന വാക്ക് ഇതാണ്, 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയും. രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? 3d6 ആയ 6 ഇലക്ട്രോണും പിന്നെ കിട്ടുന്ന 12 ഇലക്ട്രോണും കൂടി എത്രയായി? 18 ഇലക്ട്രോൺസ് ആയി. 18 ഇലക്ട്രോൺ ആണ്. 18 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S2p6d10 എല്ലാം എസും പിയും ഡിയും എല്ലാം ഫുൾ ആയിരിക്കുകയാണ്. മനസ്സിലായി? 18 ഇലക്ട്രോൺസ് അതിൽ നിറഞ്ഞിരിക്കുകയാണ്. അതെന്തുപോലെയാണ്? അതൊരു നോബൽ ഗ്യാസ് പോലെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഈ 18 സിഗ്നിഫിക്കൻസ് ഇത്രയേ ഉള്ളൂ. S2p6d10 10 16 18 ഇലക്ട്രോൺ. ഓട്ടോമോഷനിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആയിരിക്കുക. ടോട്ടൽ എത്രയായിരിക്കും? ഇപ്പൊ നോബൽ ഗ്യാസ് തുല്യമായിരിക്കും. അതിനാണ് പറഞ്ഞത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ വിൽ ബി ദ നമ്പർ ഓഫ് the atomic number of the noble gas. It is also sometimes known as a 18 electron rule. The outermost shell, the metal atom will have when it forms a complex, will have 18 electrons. 18 നിർബന്ധം നമ്മൾ പറഞ്ഞു. 36 അറ്റോമിക് നമ്പർ 36 ഉണ്ടെങ്കിൽ ഇവിടെ 18 സിഗ്നിഫിക്കൻസ് 34 വരുമ്പോൾ 18 പകരം 16 ഉണ്ടാവും. പറയുന്നത് ക്ലിയർ ആയോ? അതൊന്നും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞാണ്. അപ്പൊ സംഗതി മനസ്സിലാക്കുക. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ് അറ്റോമിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? How to calculate the effective atomic number? Effective atomic number can be calculated by adding the total number of electrons. The number of electrons in the in the metal ion plus the number of electrons that is obtained from the ligands. ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കിട്ടും. അത് ആ പീരീഡിൽ ആ എലമെന്റ് നിൽക്കുന്ന പീരീഡ് ഏതാണ് ആ പീരീഡിൽ അവസാനം വരുന്ന നോബൽ ഗ്യാസിന്റെ അറ്റോമിക് നമ്പറിന് തുല്യമാവാം. ആയില്ലെങ്കിലും അതിന്റെ അടുത്ത ഒരു നമ്പർ ആയിരിക്കാം. ക്ലിയർ? ഒരു എക്സാമ്പിൾ കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. MnCO5 here. What is the effective atomic number of manganese in this compound? എത്ര മാംഗനീസ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ? ഇവിടെ ശ്രദ്ധിക്കുക, മാംഗനീസിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് അറിയില്ല. ഇത് എത്രയാണ്? ഇത് 0 ആണ്. ഇതിന്റെ ചാർജ്, ഇതിന്റെ ചാർജ് -1 ആണ്. മൊത്തം ചാർജ് ഒന്നുമില്ല, പുറത്തൊന്നും കാണാനില്ല. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ +1 ആയിരിക്കും. അപ്പൊ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 25 ആണ്. മാംഗനീസ് +1 ആവുമോ 24 ആയി. 24ഉം 5 കാർബൺ മോണോക്സൈഡിന് 10ഉം ഒരു ക്ലോറൈഡിന് 2ഉം കൂട്ടി എത്രയാണ്? 36. ഇതിനാണ് കൂട്ടേണ്ടത്. പല ടൈപ്പ് ലിഗാൻഡ് ചാർജുകൾ ഇല്ലാത്ത ഐഡന്റിഫൈ ചെയ്യുക. അതിനനുസരിച്ച് ഇതിന്റെ ബാക്കി പിന്നെ നോക്കേണ്ടത് ഒരു ലിഗാൻഡിന് 2 ഇലക്ട്രോൺ കൊടുക്കും. as long as it is a മോണോഡെന്റ്. അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ ന്യൂട്രൽ ലിഗാൻഡ് ആണോ എന്നും പ്രശ്നം. ഏത് ലിഗാൻഡ് ആയാലും if it is monodentate it will donate a pair of electrons. If it is bidentate it will donate